ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതാ ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ അയിലക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാടൻ അയില മുളകിട്ടതാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസിപ്പി നമുക്ക് കാണാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും പിന്നെ എന്താണോ നമുക്ക് കറി കൂട്ടി കഴിക്കാൻ പറ്റുന്നത് അതൊക്കെല്ലാം ഇത് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് കപ്പ ഉണ്ടെങ്കിൽ അതിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ കറി ചെയ്താൽ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ അടുപ്പിലൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ വേണ്ട ചേരുവകളാണ് ഈ വെച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അതാ ഞാൻ അടുപ്പിലാണ് ചെയ്യണത്. അപ്പോൾ കണ്ടോ, ഞാൻ എല്ലാം അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും തന്നെ മിക്സിയിൽ ചതവായിട്ടൊന്നും എടുക്കണില്ല. ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർക്കണമില്ല കേട്ടോ. അപ്പോൾ ദാ ചട്ടി പിന്നെ ചോറ് വെച്ച ഉടനെ തന്നെ അടുപ്പിൽ നല്ല തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അടുപ്പിൽ തന്നെ വെക്കാന്നുള്ളത് കേട്ടോ. എന്നാൽ പിന്നെ ഗ്യാസിൻ്റെ മേലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഇതാ ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ മീൻകറിയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. അതായത് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് കണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഓയിലൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അതിലേറെ ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു വലിയ ഉള്ളി ഉണ്ടല്ലോ അതും ഞാൻ ഇതേപോലെ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാ പിന്നെ നമ്മളെന്ത് ചെയ്യാൻ ഈ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ട് വേണം പിന്നെ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി ഇതിലേക്ക് ചേർക്കണില്ല. പിന്നെ ഞാൻ അതേപോലെ തന്നെ കുടംപുളി ഇതാ ഞാൻ തൊട്ടടുത്ത് ചെറിയ ചീനച്ചട്ടിയിൽ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് തിളപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. കുടംപുളി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കില്ല, അതിൽ വെള്ളം മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉള്ളി ഇവിടെ പിന്നെ ഏകദേശം ഒന്ന് പിന്നെ ഒന്ന് വാടി വന്നപ്പോൾ ഞാനിത് അതിലേക്ക് പിന്നെ ആ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്ര തോനെ ഇട്ട് കൊടുത്തത് കേട്ടോ. തോനെയൊന്നുമില്ല, ഒരു 4, 5 മുളകാണ്. അത് ഞാൻ ഐസാക്കി അരിഞ്ഞത് കൊണ്ടാണ് അത്ര തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എൻ്റെ അടുപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇഷ്ടിക വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്തിനാണെന്നറിയോ, തീ നന്നായിട്ട് പാളുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അപ്പോൾ മൊബൈലിലേക്കൊക്കെ പാളുന്നുണ്ട്. പൊതുവേ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കലുണ്ട്. ചോറൊക്കെ വെക്കുമ്പോൾ കുടുക്കൻ്റെ മുകളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ ഈ തീ പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ വല്ലാതെ കരി വരില്ല. പിന്നെ അതുമല്ല പിന്നെ നമ്മളെ ചൂട് വല്ലാതെ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളകും പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിന്നെ അര സ്പൂണിലേറെ ഒന്ന് മുക്കാലില്ലാൻ അങ്ങനത്തെ രീതിയിൽ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പിന്നെ മാറി പിന്നെ വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 2 തക്കാളി ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ തക്കാളി നേരിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. പക്ഷേ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് വരുന്നത് തക്കാളി മിക്സിയിൽ അരച്ചിട്ട് എടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പൊതുവെ ഇപ്പം എല്ലാ മീൻകറി ആണെങ്കിലും ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അരച്ചിട്ടാണ് ഇപ്പം ഒഴിച്ച് കൊടുക്കൽ കേട്ടോ. അപ്പോൾ അതാ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പിന്നെ ആ മസാലപ്പൊടിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിൻ്റെ ആ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ ഈ ഒരു ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആ ഒരു തക്കാളിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ വേണം പിന്നെ നമ്മൾ പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മണ്ണിൻചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാതെയൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പുളി തന്നെ ആ ഒരു പുളിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ പിഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആ പുളി ഇട്ട് കൊടുക്കണില്ല. പുളി ഇട്ട് കൊടുത്താൽ ചില സമയത്ത് നമുക്ക് പുളി പിന്നെ ഇത് മീനിൽ പുളി ഏറി കഴിഞ്ഞാൽ പിന്നെ ആ പുളി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ അങ്ങനെ പൊടിഞ്ഞൊക്കെ പോയിട്ട് എവിടെയെന്നൊന്നും അറിയില്ല. അങ്ങനെ അപ്പം അങ്ങനെ മീനൊക്കെ നമ്മൾ ഉടഞ്ഞു പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പിന്നെ നമുക്ക് മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മുളകൊക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുളകും പൊടിയൊക്കെ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമ്മൾ എപ്പോഴും എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയിട്ട് ചെയ്യണതാണ്. പിന്നെ നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാതൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മീൻ വാങ്ങണ കടയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പിന്നെ അതിൻ്റെ എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴുകേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇത് തിളച്ച് വന്നപ്പം മൂടിയൊക്കെ തുറന്ന് നോക്കി.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പുണ്ടോ നോക്കുക, ഉപ്പില്ലെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക, അതൊക്കെയാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ അതിന് മുമ്പ് തന്നെ എല്ലാം പാകത്തിനുണ്ടോ നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് മീൻ ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ പിന്നെ ചോറാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് കപ്പയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന രീതിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചെയ്തപ്പോൾ പിന്നെ മണ്ണും ചട്ടിയിലുമാണ് ചെയ്യണത്. അപ്പം പിന്നെ സാധാരണ പൊതുവേ ഞാൻ വീഡിയോ എടുക്കലുണ്ട്. അപ്പം അന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇപ്പം പൊതുവെ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. ഉമ്മാക്ക് സുഖമില്ലായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. വീഡിയോ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും. എന്താ പറ്റണില്ല. എനിക്ക് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിലോ കറക്റ്റ് ടൈമിംഗ് ഒന്നുമില്ല വീഡിയോ ചെയ്യാനോ ഇതൊന്നും കേട്ടോ. ഒക്കെ ഒന്ന് ലെവലാക്കി വരണം. അപ്പോൾ ദാ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് നോക്കുക. പിന്നെ ഒന്ന് തുറന്ന് നോക്കിയാൽ എന്താ മട്ടെന്നുള്ളത്. തീയൊക്കെ ഒന്ന് പിരിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ. അപ്പം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ തീ പിരിച്ച് വെച്ച്. പിന്നെ എന്താ പറയുക, അടുപ്പാകുമ്പോൾ നല്ല ചൂടുണ്ടാവും. പിന്നെ മണ്ണും ചട്ടിയും തന്നെ ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് കുറേ സമയത്തിനുണ്ടാവും. അപ്പം പിന്നെ ഇനി കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ നന്നായിട്ട് കത്തുന്നത് ഞാനങ്ങട് പിരിച്ച് വെച്ചു. പിന്നെ ആ തീയൊക്കെ ഒന്ന് ഇതാണ് വരെ അങ്ങനെ അതവിടെ കടന്നിട്ട് പിന്നെ അത് അടുപ്പ് കടന്ന് ഇപ്പം തിളച്ചിങ്ങനെ വരുന്നുണ്ടല്ലോ, ഇത് അങ്ങനെ കണ്ടില്ലേ. പിന്നെ ആ ഒരു തള ഉണ്ടല്ലോ, അപ്പം അത് മതി ഈ ഒരു മീൻ വേകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, തീയൊക്കെ പിരിച്ചിട്ട് ഇതാ ലെവലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തീ ഒന്ന് പിന്നെ ഇതായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ തീയൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ഒരു സമയത്ത് ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ കണ്ടോ നമ്മളെ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ. ആ കുടംപുളിയിലൊക്കെ ഇട്ട് വെച്ചതല്ലേ, പിന്നെ നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിങ്ങാണ്ട് അങ്ങനെ വെച്ചതല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അതാ ഞാൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇതാ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. കയ്യിലിട്ടുങ്ങാണ്ട് കുത്തിങ്ങാണ്ട് ഇളക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ അത് ഉടഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ മീൻ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത് പറഞ്ഞത്. ജസ്റ്റ് ചട്ടി കൊണ്ടൊന്ന് പിന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി ട്ടോ. അപ്പോൾ ആ ഒരു ഇതെല്ലാം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്നിങ്ങനെ കറങ്ങി വരുമ്പോൾ എല്ലാം ലെവലായിട്ട് വരും. അപ്പോൾ ദാ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ മീൻകറി. നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോസിൽ വീണ്ടും